നമ്മുടെ റെയിൽവേ ട്രാക്കുകളിൽ ഓരോ ദിവസവും നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ മരിക്കുന്ന ആളുകളുടെ മൃതദേഹം ഛിന്നഭിന്നമാവുകയാണ് പതിവ്. പലപ്പോഴും നമുക്കത് നോക്കി നിൽക്കാൻ പോലും കഴിയാറില്ല. പട്ടാമ്പി പരിസര പ്രദേശങ്ങളിൽ അത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിക്കുമ്പോൾ ആ മൃതദേഹങ്ങൾ ട്രാക്കിൽ നിന്നും മാറ്റുന്നതിനും ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനുമായി ഒരു സ്ത്രീയാണ് മുന്നിട്ടിറങ്ങുന്നത്. ഇവിടുത്തെ ദേവിച്ചേച്ചി. ദേവിച്ചേച്ചിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നിവിടെ പറയുന്നത്. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലും പരിസരത്തും റെയിൽവേ ട്രാക്കിലും ട്രെയിൻ തട്ടിയുള്ള അപകടങ്ങൾ ഉണ്ടായാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പോലീസിൽ നിന്നും ആദ്യം ഫോൺ കോൾ പോകുന്നത് ദേവിച്ചേച്ചിക്കാണ്. ട്രെയിൻ കയറി ചിതറിക്കിടക്കുന്ന ശരീരഭാഗങ്ങൾ ചേർത്ത് വെച്ച് ആശുപത്രിയിലെത്തിക്കും ഈ പട്ടാമ്പിക്കാരി. റെയിൽവേ ട്രാക്കിലത്തെ സംഭവമാണെങ്കിൽ ഇപ്പോൾ ഒരു 10-15 വർഷമായിട്ടേ ഉള്ളൂ റെയിൽവേ ട്രാക്കിൽ നിന്ന് ബോഡികൾ എടുക്കലുണ്ടായിട്ട് തുടങ്ങിയിട്ട്. ട്രാക്കിലത്തെ ബോഡികൾ നമ്മൾ കൊണ്ടുപോകാൻ സ്റ്റേഷനിൽ നിന്ന് വിളിക്കും. അതല്ലെങ്കിൽ ഇവിടുത്തെ കൂട്ടായ്മകളൊക്കെ ഉണ്ട്, ക്രിട്ടിക്കൽ 24x7 എന്നുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, അതിലറിയിപ്പ് വരും. അതല്ലെങ്കിൽ ആംബുലൻസുകാർ വിളിക്കും. സ്റ്റേഷനിൽ നിന്നാണ് അധികം നമ്മൾ വിളിക്കുക, അല്ലെങ്കിൽ പിന്നെ റെയിൽവേന്ന് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട്. ഇപ്പൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ നേരിട്ടിട്ട് റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ വിളിക്കാറുണ്ട്. വർഷങ്ങളായി ഈ സേവനം ചെയ്യുന്നു. അതിനിടയിൽ നൂറുകണക്കിന് മൃതദേഹങ്ങൾ റെയിൽവേ ട്രാക്കിൽ നിന്നും ആശുപത്രിയിലേക്ക് എത്തിച്ചു. എവിടെയെങ്കിലും എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ അന്നും ഇന്നും ഞാൻ ഉണ്ടാവും. അത് നമുക്ക് പ്രതിഫലം കിട്ടുന്നല്ല, നമ്മൾ വീഴുമ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, അത്രേ ഉള്ളൂ. അല്ലാതെ ഒന്നിനും പ്രതിഫലം തരാൻ നമ്മൾ ശക്തരല്ല. പൈസ കൊണ്ട് നേടാൻ പറ്റുന്നത് അങ്ങനെ ഭൂമിയിലൊന്നും ഇല്ല. ഞാൻ പഠിച്ചത് അതാണ്. എന്നാൽ പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഒരു ചായ കിട്ടണമെങ്കിൽ 12 രൂപ കൊടുത്താലേ അവർ തരുള്ളൂ. പക്ഷെ നമ്മൾ മനസ്സുകൊണ്ട് സേവനം ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും നമുക്കൊരു ഗ്ലാസ് വെള്ളം തന്നിരിക്കും. ഞാൻ അതില്ലെങ്കിൽ നമുക്ക് ജീവിക്കാം. പലരും ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന്. അതിനെല്ലാം കൃത്യമായ മറുപടിയുമുണ്ട്. ആരാണെങ്കിലും നമ്മൾ അതിനെ കൈയാണെങ്കിലും കാലാണെങ്കിലും അതിനൊരു ഉമ്മയോ ഉപ്പയോ അച്ഛനോ അമ്മയോ ആരെങ്കിലുമൊക്കെ കാണും. അവരേനെ കൂടിയും വേദനിപ്പിക്കാത്ത രക്തബന്ധമുള്ളവർക്ക് കൂടുതലുണ്ടാവുമല്ലോ വിഷമം. അവരെ കാണാത്ത രീതിയിൽ നമ്മൾ സേഫാക്കിയിട്ട് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പൊരിഞ്ഞ് നമ്മൾ എത്തേണ്ടടത്തേക്ക് എത്തിച്ചാൽ പിന്നെ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വേണ്ട നടപടികൾ ചെയ്യുക. ആരൊക്കെ ഇപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ആരും ചിരിക്കില്ലല്ലോ. ഇപ്പോൾ അന്യൻ മരിച്ചാലും നമ്മൾ ചിരിക്കില്ലല്ലോ. അപ്പോൾ മനക്കട്ടിയോടുകൂടി നമ്മൾ ചെയ്യാമെന്ന് മാത്രം. വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും എതിർപ്പുകളൊന്നും ഇതുവരേക്കും ഉണ്ടായിട്ടില്ല. 35 വർഷത്തിലേറെയായി സൗജന്യമായി ഈ സേവനം ചെയ്യുന്നു. ഇനി ആരെതിർത്താലും ഇത്തരം കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുമെന്ന് ദേവിച്ചേച്ചി പറയുന്നു. കാരണം ജീവിച്ചിരിക്കുന്നവർക്കായാലും മരിച്ചവർക്കായാലും തന്നാൽ കഴിയുന്ന സഹായം ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് ആവർത്തിക്കുകയാണ് ഇവർ. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.